ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേൻ ശല്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ സ്കാൽപ്പിലുണ്ടാകുന്ന ലൈസ് എഗ്ഗ് ഇത് രണ്ടും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പേര് നൈഡ എന്നാണ്. ഇത് മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഡൈമെത്തിക്കോൺ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. യാതൊരു തരത്തിലുള്ള ഇൻസെക്ടിസൈഡും ഇല്ല, അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇതിൽ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഏജിലുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാം. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ലേഡീസിനും ഇത് 100% സേഫ് ആണ്. ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രേ ജസ്റ്റ് ഇതുപോലെയാണുള്ളത്. ഇതിലിങ്ങനെ ഫിക്സ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് സ്പ്രേ ചെയ്യാൻ. നന്നായിട്ട് തിക്നെസ് ഉള്ള മുടിയാണെങ്കിൽ സ്കാൽപ്പിൽ നന്നായിട്ട് ഓരോ ഭാഗം ഇങ്ങനെ മാറ്റി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം എന്ത് ചെയ്യുക, ഒന്ന് മസാജ് ചെയ്ത് അത് വിടുക. 10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ അകത്തൊരു ലൈസ് കോമ്പുണ്ട്. ലൈസ് കോമ്പാണിത്. ഓക്കെ, ഈ ലൈസ് കോമ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ചീകി കളയുക 10 മിനിറ്റിന് ശേഷം. അതിന് ശേഷം എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക. അങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ 100% റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ള ആർക്കൊക്കെ ഈ ഒരു പേരിൻ്റെ ശല്യം അല്ലെങ്കിൽ ഈരിൻ്റെ ശല്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഒരേ സമയത്ത് തന്നെ ഒരു ദിവസം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പേന് സ്പ്രെഡാകാതെ എന്ത് ചെയ്യും, സേഫായിട്ടിരിക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെ എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളിൽ നിന്ന് മറ്റാളുകളുടെ തലയിലേക്ക് എന്ത് ചെയ്യുക, ഈ പേന് സ്പ്രെഡാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു ദിവസം തന്നെ മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് സ്കാൽപ്പിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പേനോ അല്ലെങ്കിൽ ഈരോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ, വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പേൻ ശല്യമുള്ള ആളുകൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.